ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണണം, മുഴുവനായിട്ട് കാണണം. ഈ ഒരു ഞാൻ കാണിച്ചിരുന്ന വ്യായാമങ്ങൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് കാലുകളുടെ പ്രശ്നങ്ങൾ. പുതിയ ഗവേഷണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏകദേശം 75% ആൾക്കാരിലും 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കാലുകളിലെ പ്രശ്നങ്ങൾ ആരംഭിക്കും. നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങും, സ്റ്റെപ്പുകൾ കയറാനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഉള്ള ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ ദിവസേന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിനെ നേരിടാൻ വളരെ പെട്ടെന്ന് തന്നെ പറ്റുന്നതായിരിക്കും. ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പോസ് എന്ന് പറയുന്നത് ഇതാണ്. ഇന്ത്യൻ സ്ക്വാട്ട്, റസ്റ്റിംഗ് സ്ക്വാട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വ്യായാമം, ഈ ഒരു പോസ് നിങ്ങൾക്ക് മാക്സിമം എത്ര സമയത്തോളം അങ്ങനെ ഇരിക്കാൻ പറ്റുമോ നിങ്ങൾ അത് കണക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ കണ്ടില്ലേ, ഞാൻ ഈ ഇരിക്കുന്ന പോലെ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ നടുക്ക്, നിങ്ങളുടെ ലോവർ ബാക്ക് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. നല്ല പാരലായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമുക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലോവർ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വ്യായാമമാണിത്. അതേപോലെ നിങ്ങളുടെ സ്പൈൻ, നിങ്ങളുടെ നട്ടെല്ലൊക്കെ നല്ല സ്ട്രോങ് ആവും. ഇതേപോലെ നിങ്ങളുടെ ഹാംസ്ട്രിങ്, അത് കണക്ക് തന്നെ കാലിൻ്റെ മുട്ട് ഭാഗത്തെ ജോയിൻസ്, കാഫ് മസിൽ, കംപ്ലീറ്റ് കാലിൻ്റെ ലോവർ ബോഡി ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണിത്. നിങ്ങൾക്ക് മാക്സിമം എത്ര സമയം ഇരിക്കാൻ പറ്റുമോ നിങ്ങൾ അത്ര സമയം ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. എല്ലാ ദിവസവും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ ഈ ഒരു വർക്കൗട്ടാണ്. ഇതാണ്ട് ഞാൻ ഈ നിൽക്കുന്നതാണെങ്കിൽ ഒരു കാല് താഴെ കുത്തിക്കൊണ്ട് മറുകാല് നിങ്ങൾക്ക് പൊക്കി ഹോൾഡ് ചെയ്ത് ഇതേപോലെ നിൽക്കാവുന്നതാണ്. ഈ ഒരു പൊസിഷൻ, കാല് ഇത്ര മാത്രം നിങ്ങൾ ഉയർത്തിയിട്ട് ഈ ഒരു രീതി നിൽക്കുക. ഈ ഒരു വ്യായാമം നിങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളുടെ കാലിലോട്ടുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഞാനത് ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് നിൽക്കുക. നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റായിട്ട് നിന്നതിന് ശേഷം കാല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് മടക്കി ഇതേപോലെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് മടക്കി ഹോൾഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര സമയം നിൽക്കാൻ പറ്റുമോ നിങ്ങൾ അത്ര സമയം നിങ്ങൾ നിൽക്കുക. ഞാൻ ഈ കാണിച്ചിരുന്ന വ്യായാമങ്ങൾ ജപ്പാനിലെ ആൾക്കാർ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന വ്യായാമങ്ങളാണ്. അവർ ഏകദേശം 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പോലും ചെയ്യുന്ന വർക്കൗട്ടുകളാണ്, പോസുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവാറില്ല. അതിലുപരിയായിട്ട് അവർ ഭയങ്കര ആക്റ്റീവുമാണ്. അവർക്ക് ദീർഘായുസ് കൂടുതലാണ്. അവരുടെ കാലുകൾക്ക്, അവരുടെ ലോവർ ബാക്കിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. അവർ നല്ല സ്ട്രെങ്തിയാണ്, സ്റ്റാമിനയാണ്, നല്ല എനർജറ്റിക്കാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു പോസ് എന്ന് പറയുന്നത് ഹോട്ട് സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഹോട്ട് സ്റ്റാൻസ് ചെയ്യാം. സ്ട്രെയിറ്റായിട്ട് നിൽക്കാം. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഷോൾഡർ വിത്തിൽ നിന്നും അല്പം കൂടെ അകത്തി വെക്കുക. ഇതേപോലെ അതിനുശേഷം നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, നിങ്ങളുടെ നിതംബ ഭാഗം പതുക്കെ ബാക്കിലോട്ട് ഇതേപോലെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നടുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. ബോഡി നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ ഇരിക്കുക. ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ലോവർ ബോഡിയും ആക്ടിവേഷൻ ആക്കും. നിങ്ങളുടെ കോർ മസിലിനെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കും. നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ, ഹിപ്പ് മസിൽ, അതേപോലെ ഗ്ലൂട്ട് മസിൽ, കാഫ് മസിലെല്ലാം നല്ല രീതിയിൽ സ്ട്രോങ് ആക്കും. നിങ്ങളുടെ നട്ടെല്ല് നല്ല രീതിയിൽ വർക്ക് ചെയ്യും, നല്ല സ്ട്രെങ്തനാകും. നിങ്ങളുടെ മെറ്റബോളിസം നല്ല രീതിയിൽ വർദ്ധിക്കും. നിങ്ങളുടെ ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ നിങ്ങൾ കറക്റ്റായ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പുകളും, ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് അനായാസം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനായാസം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 50 വയസ്സാവട്ടെ, 60 വയസ്സാവട്ടെ, 70 വയസ്സാവട്ടെ, നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ ലോവർ ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കും. അടുത്ത ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റാൻഡിങ് കാഫ് റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് സ്റ്റാൻഡിങ് കാഫ് റൈസ് ചെയ്യുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന ഈ വ്യായാമങ്ങൾ നിങ്ങൾക്ക് അല്പം പ്രായമുള്ള ആൾക്കാർ, 50-55 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കസേരയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രം ചെയ്യുക. അതിനുശേഷം പ്രോഗ്രസ്സായി വരുന്തോറും നമുക്ക്
ആ ഒരു രീതിയൊക്കെ കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. കാഫ് റൈസ് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾ മുകളിലോട്ട് നിങ്ങളുടെ ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് നിങ്ങൾ മുകളിലോട്ട് ഉയരുക. മാക്സിമം ഇതേപോലെ നിങ്ങളുടെ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യിപ്പിക്കുക. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, താഴോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ കാലിലോട്ടുള്ള രക്തപ്രവാഹം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, നിങ്ങളുടെ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന കാഫ് മസിലിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വ്യായാമമാണ്. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കസേരയിൽ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 15 റെപ്സിൻ്റെ ഒരു 2 സെറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3ഓ 4ഓ സെറ്റ് ഇതൊക്കെ ആവർത്തിക്കാവുന്നതാണ്. ഹോൾഡിംഗ് പൊസിഷനുകളെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. തുടക്ക സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10ഓ 15ഓ സെക്കൻഡ് വെച്ചിട്ട് ഹോൾഡ് ചെയ്താൽ മതിയാവും. അടുത്ത ഒരു വ്യായാമം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു വാക്കാണ്. നിങ്ങൾക്ക് മുറ്റത്തോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാളിലോ അല്പദൂരം നിങ്ങൾക്ക് നടക്കാവുന്നതാണ്. പക്ഷേ വളരെ സ്ലോവിൽ, വളരെ ഇതിന് സാമ്പ എന്നാണ് പറയുന്നത് ജപ്പാനീസ് അവരുടെ വർക്കൗട്ട് രീതിയിൽ. ഇതേപോലെ വളരെ സ്ലോവിൽ ഓരോ കാലുകളും പതുക്കെ മുമ്പോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നടക്കാവുന്നതാണ്. വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിലായിരിക്കണം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ആദ്യം നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് നിൽക്കുക, അതിനുശേഷം ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് നിൽക്കുക, അതിനുശേഷം ഒരു കാല് മുമ്പിലോട്ട് വെക്കുക, അതിനുശേഷം അടുത്ത കാല് ഇതേപോലെ വെക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാളിൽ ഒരു 4ഓ 5ഓ തവണ ഇങ്ങനെ നല്ലവണ്ണം നടക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത്, നിങ്ങളുടെ പറമ്പിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ പറഞ്ഞല്ലോ, നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കുന്ന കണക്കല്ല, വളരെ സാവധാനം നമ്മുടെ കാലുകൾ എടുത്ത് വെച്ച് നടക്കുന്ന ഒരു രീതിയാണ്. നല്ല ഒരു മൂവ്മെൻറ്റാണിത് നിങ്ങളുടെ കാലുകൾക്ക്, നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട്. നമ്മുടെ ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് വാൾ സിറ്റിംഗ് എന്ന് പറയുന്നൊരു പോസിങ്ങാണ്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ ഭിത്തിയിൽ നിങ്ങൾക്ക് ഇതേപോലെയാണ് വാൾ സിറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ഭിത്തിയുടെ സൈഡിലായിട്ട് ചേർന്ന് നിൽക്കുക, ബോഡി സ്ട്രൈറ്റ് ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഭിത്തിയിൽ ചാരിക്കൊണ്ട് വളരെ സാവധാനത്തിൽ താഴോട്ട് വരാവുന്നതാണ്. ഇതേപോലെ കണ്ടില്ലേ, ഒരു ഇൻവെസിബിൾ ചെയറിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് നിങ്ങൾ അതേ കണക്ക് നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, മുമ്പിലോട്ട് ഇരിക്കുക. ഓക്കെ, നമ്മളൊരു കസേരയിലിരിക്കുന്ന പൊസിഷൻ ഇതേപോലെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നട്ടല് ഭാഗം നിവർന്ന് തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും തെറ്റായ രീതികളിൽ ഈ ഒരു വർക്കൗട്ടുകളൊന്നും തന്നെ ചെയ്യരുത്. നല്ല രീതിയിൽ സ്ട്രെയിറ്റായിട്ട് ബോഡിയൊക്കെ ലെവൽ ചെയ്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. എത്ര നേരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്റ്റാമിനയും കപ്പാസിറ്റിയും അനുസരിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാണിച്ചു തന്ന 6 വർക്കൗട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. നിങ്ങളുടെ കാലുകളുടെ ലോവർ ബോഡിയുടെ സ്ട്രെങ്ത്